Hey guys, welcome back to my YouTube channel Veettama Creations. ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. അന്നാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇന്ന് നമ്മുടെ കുഞ്ഞാറ്റയുടെ പിറന്നാൾ കൂടിയാണ് കേട്ടോ. അപ്പൊ ഇത് പിറന്നാളിന്റെ ഒരു കുട്ടി വ്ലോഗാണ്. എല്ലാവർക്കും കർക്കിടക മാസം നല്ലൊരു മാസമാവട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു കേട്ടോ. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. രണ്ടുപേരും നല്ല ഉറക്കാണ്, സ്കൂളിലേക്കൊന്നും പോകുന്നില്ല. രണ്ടുപേരും ഒരാഴ്ച ആയിട്ടുണ്ട് സ്കൂളിലേക്ക് പോയിട്ട്. കുഞ്ഞാറ്റ താഴെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. കുഞ്ഞൻ കട്ടിലുമേലാണ് കിടക്കാറ്. ഞാനും കുഞ്ഞാറ്റും താഴത്താണ് ബെഡ് വിരിച്ചിട്ട് കിടക്കാറ് കേട്ടോ. ഇന്ന് അവളുടെ പിറന്നാളാന്നുള്ളത് ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല. എന്തിനാണ് ഡ്രസ്സ് എടുത്ത് കൊടുത്തതെന്നൊന്നും അവൾക്ക് അറിയില്ല. വെറുതെ ഒരു ഡ്രസ്സ് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് രണ്ടാളെയും കൊണ്ടുപോയതാണ് കേട്ടോ. പിറന്നാളായതുകൊണ്ട് തന്നെ ചെറിയൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വെണ്ടയ്ക്കയും തക്കാളിയും ഉരുളൻകിഴങ്ങും മാത്രം ഇട്ടിട്ടുള്ള സാമ്പാർ. അപ്പൊ ഏട്ടൻ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു തരുന്നുണ്ട്. ഇനി നമുക്ക് കുഞ്ഞാറ്റനെ വിളിച്ചെണീപ്പിച്ചിട്ട് അവളുടെ പിറന്നാളാണ് ഇന്ന് പറഞ്ഞു നോക്കാം. ഹലോ, എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു. ഏഴാം തീയതി എന്നാണ് കുട്ടിയുടെ നാള്. എനിക്ക് റെഡിയാവും. എങ്ങടാ പോയി കുളിക്കാതെയോ? അമ്പലത്തിൽ പോയ സാറില്ല, സ്കൂളിലേക്ക് വാവ് മാറിയിട്ട് പോവാ. അങ്ങനെ അവള് പോയി വേഗം പോയി കുളിച്ചു വന്നു. ഇതാണ് ഇന്നലെ എടുത്ത ഡ്രസ്സ് കേട്ടോ. ഈ ടോപ്പാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. എനിക്കും ഇഷ്ടമായാന്ന് ചോദിച്ചാൽ ഇഷ്ടമായില്ലേന്ന് ചോദിച്ചാൽ എന്നാലും ഇതിന് കുറച്ചും കൂടി നല്ലത് എടുക്കായിരുന്നു എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അവൾക്ക് ഇപ്പൊ ഇങ്ങനത്തെ ടോപ്പൊക്കെയാണ് ഇഷ്ടം, ഇതുപോലെ ജീൻസിലേക്കൊക്കെ ഇടുന്ന ടോപ്പ് കേട്ടോ. മറ്റേ കഴിഞ്ഞ വീഡിയോ ഡ്രസ് എടുക്കാൻ പോയ വീഡിയോ കണ്ടവർക്ക് അറിയുന്നുണ്ടായിരിക്കും. എനിക്ക് ഈ ഉടുപ്പുകളോടൊക്കെയാണ് ഇഷ്ടം. ചെറിയ പിള്ളേര് എപ്പോഴും ഉടുപ്പൊക്കെ ഇട്ട് കാണുന്നതാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. അപ്പൊ ആ മിഡി ടോപ്പൊക്കെ ഇട്ട് കാണാനായിട്ട്. ഇവൾക്കൊക്കെ ഈ ഇതുപോലത്തെ ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ ഇടാനാണ് ഇഷ്ടം. അല്ലെങ്കിൽ പണ്ടാണല്ലോ അമ്മമാര് പറയുന്ന ഡ്രസ്സും ഇടലും മുടി ഹെയർ സ്റ്റൈല് കെട്ടലൊക്കെ. ഇപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിനാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ എന്താ ചെയ്യാ? പണ്ടൊക്കെ നമ്മൾ നെറുവെടുത്ത് സൈഡില് വാച്ചിലെടുത്തിട്ടൊക്കെ കെട്ടിത്തരും അമ്മ. ഇപ്പൊക്കെ ഭയങ്കരമായ ഹെയർ സ്റ്റൈലുകളാണ്. അപ്പൊ കണ്ട അവൾ ഒറ്റയ്ക്കാണ് കണ്ണെഴുതിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രായത്തിൽ. ഞാനൊക്കെ ഏതോ കാലത്താണ് കണ്ണെഴുതി തുടങ്ങിയത് തന്നെ. അങ്ങനെ ഡ്രസ്സ് മാറലും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തേക്ക് പോവാണ്. എനിക്ക് അമ്പലത്തേക്ക് കയറാനായിട്ട് പറ്റില്ല. ഇവിടെ വീടിന്റെ അടുത്തുള്ള അമ്പലത്തേക്ക് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഞാൻ ഗുരുവായൂർ പോകണം എന്ന് എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ കാലത്ത് തന്നെ ഗുരുവായൂർ പോണ കാര്യം അത്ര എളുപ്പമല്ലാത്തത് കൊണ്ട് പിന്നെ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അങ്ങനെ അവൾ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. എനിക്ക് കയറാൻ 9 മാസം ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഞാൻ കയറിയില്ല. 7 തൊട്ട് കയറാൻ പാടില്ല എന്നാണ് പറയുക. ചിലര് 7, 8, 9 എന്നൊക്കെ പറയുന്നത് കൊണ്ട് ഞാൻ 7-ാം മാസം തൊട്ടേ കയറണ്ടാന്ന് വിചാരിച്ചു. ഇനി അതൊരു പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ 7-ാം മാസം തൊട്ട് ഞാൻ അമ്പലത്തിലേ പോയിട്ടില്ല. ഏറ്റവും ലാസ്റ്റ് ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുത് ഭക്ഷണം കഴിച്ച് പോകുന്നതാണ്. ഇനിയൊരു വരവ് വരാമെന്നും പറഞ്ഞിട്ട് പോകുന്നതാണ്. പിന്നെ ഞാൻ ഒരമ്പലങ്ങളിലേക്കും പോയിട്ടില്ല കേട്ടോ. അപ്പൊ അവള് തന്നെ ഒറ്റയ്ക്ക് അമ്പലത്തിന്റെ ഉള്ളിൽ കയറി തൊഴാനും കാര്യങ്ങളൊക്കെ അവൾക്ക് അറിയാം. അപ്പൊ അവൾ തന്നെ പോയി ചെയ്തു. പക്ഷെ രസം അതല്ല, അമ്പലത്തിലൊക്കെ കയറി കുറി തൊടാണ്ടാണ് അവള് പോകുന്നത്. വഴിപാട് പൈസ ഒക്കെ ഇടാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കുറി അവള് തൊടുന്നു ഞാൻ വിചാരിച്ചു. പക്ഷെ അവള് കുറി തൊടാണ്ടാണ് തിരികെ പോകുന്നത് കേട്ടോ. നല്ല രീതിയിൽ കാറ്റ് വീശുന്നുണ്ടായിരുന്നു. നല്ല മഴ വരാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് വേഗം പോന്നോളാൻ പറഞ്ഞു ഞാനും. അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നപ്പോ ഏട്ടൻ മിഠായിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ അവളൊരു മിഠായി പൊളിച്ചിട്ട് വായലിടുന്നുണ്ട്. സ്കൂളിൽ കൂട്ടുകാർക്ക് മിഠായി കൊടുക്കാൻ പറ്റാത്തതിന് നല്ല വിഷമമുണ്ട് കേട്ടോ മൂപ്പർക്ക്. പിന്നെ ഞങ്ങൾ മിഠായി ഇതുപോലെ ഇങ്ങനെ കടലാസില് പൊതിഞ്ഞിട്ട് അപ്പുറത്തുള്ള വീടുകളിലൊക്കെ കൊടുക്കും. നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ കൊടുക്കുമെന്ന് അറിയില്ല. എന്റെ ചെറുപ്പത്തിലൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെയ്തു പോരുന്നു എന്ന് മാത്രം. ഇവിടങ്ങളിൽ ഇങ്ങനെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങോട്ടും കൊടുന്ന് തരാറുണ്ട്. എല്ലാരും അല്ല, ചിലവര് മാത്രം. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നവര് ഇങ്ങോട്ട് കൊടുന്നിരുന്നു മാത്രം. തൊട്ടടുത്ത് പാപ്പന്മാരുടെ വീട്ടിലായാലും കുട്ടികളുണ്ട്. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോ വാങ്ങിക്കുമ്പോ അവർക്കൊരു സന്തോഷം, കൊടുക്കുന്നത് നമുക്കൊരു സന്തോഷം. അങ്ങനെ വീടിന്റെ അടുത്തുള്ള അയൽവാസി വീട്ടുകളിലുള്ള കുട്ടികൾക്കും അവരുടെ വീട്ടിലേക്കൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഇങ്ങനെ പൊതിഞ്ഞിട്ട് ഓരോ പൊതിയായിട്ട് ഇങ്ങനെ വെക്കും. എന്നിട്ട് ഓരോരുത്തർക്ക് അവൾ കൊടുക്കുകയാണ്. നല്ല മഴ വരുന്ന കാരണം കൊണ്ട് അവൾ ഓടിയിട്ടാണ് പോകുന്നത്. പിന്നെ കൊടയായിട്ട് പോകണ്ടേന്ന് കരുതിയിട്ട് അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുമ്പോ കൊച്ചു കുട്ടികളല്ല, അവർക്കൊരു സന്തോഷം. ഇന്ന് എന്റെ പിറന്നാളാണെന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോ അവരെന്തേലും വിഷ് ചെയ്യും. അങ്ങനെ കൊടുക്കുമ്പോ അവർക്കൊരു സന്തോഷം. അപ്പൊ കുഞ്ഞന്റെ പിറന്നാളിനായാലും അങ്ങനെ കൊടുക്കാറുണ്ട്, കുഞ്ഞാറ്റയുടെ ആയാലും കൊടുക്കാറുണ്ട്. രണ്ടാളുടെ ഒരാഴ്ച വ്യത്യാസമേ ഉള്ളൂ.
ഉള്ളൂ. രണ്ടാളും ഒരേ മാസം തന്നെയാണ് പിറന്നാൾ വരുന്നത്. അവന്റെ ഇനി ബുധനാഴ്ചയാണ് കേട്ടോ വരുന്നത് പിറന്നാൾ. അങ്ങനെ മിഠായി വിതരണമൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് സാമ്പാർ വെക്കലാണ്. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ വിസിൽ പോകാൻ നേരമാകുമ്പോഴേക്കും ഞാൻ കഷ്ണങ്ങളല്ല തക്കാളി മാത്രമേ അരിയുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തക്കാളി അരിഞ്ഞു. പിന്നെ പപ്പടം വറുത്തു. ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉപ്പേരി നേരത്തോടെ ഞാൻ വെച്ചു. വെണ്ടയ്ക്ക് ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കാലത്ത് കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോറ് തിന്നാലോ എന്ന് കരുതിയിട്ട് ഉപ്പേരി ഞാൻ ആദ്യമേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ബെന്നാണ് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് രണ്ടുപേർക്കും വേണ്ടാന്ന് പറഞ്ഞിട്ട് അത് എനിക്ക് തന്നെ കൊണ്ടുവന്ന് തന്നു. അവസാനം ഞാൻ തന്നെ തിന്നേണ്ടി വന്നു. കുഞ്ഞാറ്റാണെങ്കിൽ എന്റെ പണിയുടെ ഇടയിൽ വന്നിട്ട് സ്ലാബുമ്മലും വാതിൽമലും കൂടി കയറുന്നുണ്ട് കേട്ടോ, കാല് വെച്ചിട്ട്. അതിന് ചെറിയൊരു അടി കിട്ടാൻ പോയി. പക്ഷെ ഞാൻ ക്ഷമിച്ചു, പിറന്നാളല്ലേ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ സാമ്പാറൊക്കെ ആയിട്ടുണ്ട്. കടുക് പൊട്ടിച്ചു. നമ്മുടെ കുക്കർ എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എന്റെ മേത്തിക്ക് മറിയാൻ പോയി. എന്തോ ഭാഗ്യത്തിന് മേത്തിക്ക് വീണില്ല. അല്ലെങ്കിൽ നല്ലൊരു പൊള്ളൽ ഇപ്പൊ തന്നെ കിട്ടിയായിരുന്നു. കുഞ്ഞാറ്റൊരു പിറന്നാളിന്റെ ഡ്രസ്സൊക്കെ ഊരിയിട്ടു. ഇവിടെ നല്ല ചിത്രം വരയിലാണ് രണ്ടാളും കൂടിയിട്ട്. ഒരു കൊല്ലത്തിന് ഒരു ഡ്രോയിങ് ബുക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ തന്നെ ഏകദേശം ആയിട്ടുണ്ട്. സ്കൂൾ തുറന്നിട്ട് ഇപ്പൊ അധികം ആയിട്ടില്ല കേട്ടോ. നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് പായസം ഉണ്ടാക്കലാണ്. പാലടയാണ് ഉണ്ടാക്കണത്. അതാകുമ്പോൾ അധികം പണിയില്ലല്ലോ. മിക്സ് അതിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കല്ലേ വേണ്ടോ. കറണ്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ കുറെ നേരത്തിന്. അതാണ് മെഴുതിരി കത്തിച്ചിട്ടുള്ളത്. അങ്ങനെ അച്ഛൻ ഉച്ചയ്ക്ക് വന്നപ്പോ വാഴയുടെ ഇല മുറിച്ചു. രണ്ടുപേർക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് പിറന്നാളായാലും മറ്റാൾക്ക് വാഴയുടെ ഇല തന്നെ കഴിക്കണമല്ലോ. അങ്ങനെ രണ്ടുപേരും വാഴയുടെ ഇലയില് ഭക്ഷണമൊക്കെ കഴിച്ചു. വയ്യായിക മാറിയതിനു ശേഷം അവള് പിറന്നാളിന്റെ അന്നോട്ട് വയറ് നിറച്ച് ഫുഡ് കഴിക്കുന്നത്. അപ്പൊ അതിന്റെ ക്ഷീണം കൊണ്ട് എല്ലാവരും കെടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അത്രേ ഉള്ളൂ പിറന്നാളിന്റെ വ്ളോഗ്. കേക്ക് മുറിയും കാര്യങ്ങളൊന്നും ഇല്ല. വയ്യാത്തോണ്ട് പിന്നെ ക്രീമിന് കുറച്ചും കൂടി കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പിന്നെ കേക്ക് മുറിക്കൽ വേണ്ടാന്ന് വെച്ചു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ.